അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. വേറൊന്നുമല്ല, എനിക്ക് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വിചാരിച്ചു ജസ്റ്റ് പുറത്തൊക്കെ പോവാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു മിനി സൂവിലോട്ട് പോയതാണ്. ഒരു അടിപൊളി സൂ ആണിത്. എവിടാന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനി സൂവിലാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ കയ്യിൽ നിന്നൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് കിട്ടി ഇവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അതിന് എന്തോ എത്രയോ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സോ നമുക്ക് എല്ലാം കാണാം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കായിരുന്നു, ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു അത്. അതായത് നമ്മൾ ആനിമൽസിൻ്റെ കൂടെ ഒക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക, അതായത് നേച്ചറുമായിട്ട് കുറച്ചുകൂടി കണക്റ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് നമ്മുടെ ഈ ഹെക്ടിക് ലൈഫിൽ നിന്ന് ഒക്കെ ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഭയങ്കര രസമുണ്ട്. എനിക്കിതിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഭയങ്കര കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ദേഹം ചെറിയുമ്പോൾ ചൊറിയാനത് അഞ്ച് പന്നിക്കുട്ടികളാണ്. വീടാ കാണുന്നത്, കണ്ടോ? ഹായ് മോനെ. കുളിക്കത്തൊന്നും എനിക്കത് വലിയ ഇരിക്കുന്നുണ്ടോ? ഓ അതിന്റെ തലയിൽ ചെടിയിൽ എന്തൊക്കെയോ എന്റെ ഐഡന്റിഫിക്കേഷൻ അല്ല, ഐഡന്റിഫിക്കേഷൻ അല്ല. കണ്ടു സാധനം, നമുക്കത് പോയി വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്താ ഇത് പുല്ലരച്ച് ക്യാപ്സ്യൂൾ ആക്കിയത്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷി ചെറുക്കനെ കളയാൻ ഭംഗിയാണ്. ഞാൻ ഇത്ര ക്ലോസ് ആയിട്ട് ആദ്യമായിട്ട് ഒരു മയിലിനെ കാണുന്നേ. എന്ത് രസാ മോനെ. പീലൊന്ന് വിടർത്തി കാണിക്കോടാ മോനെ. അതെ, പീലൊന്ന് വിടർത്താൻ അറിയാമോ? ഇത് അനുസരണയില്ലാത്ത കേട്ടോ. ഇവിടെ ഇങ്ങനല്ല, ഇങ്ങനെ വിടർത്തി കാണി. അതിനെ പൊക്കിക്കോ. വിടർത്തു ഇങ്ങനെ 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 ചെയ്താലോ. ഇങ്ങനെ ഇങ്ങനെ ഹലോ, ഇങ്ങനെ ഇങ്ങനെ. ഹലോ, എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുമോ? ഞാൻ ജർമ്മനി പറയണോ ഇനി? അതെ, ഞങ്ങളുടെ നാഷണൽ ബേർഡാണ് നീ. ഉമ്മ കൊടുക്കണം. ഹലോ. ഈ പൊതിഞ്ഞ കോഴി കുറേ ഉണ്ട്. വെള്ള പല പല നിറത്തിലുള്ള കോഴി. വെള്ള, ബ്രൗണ്, ബ്ലാക്ക് എല്ലാം ഉണ്ട്. കൊണ്ട് അവനെ കണ്ടോ, തലയിലും കഴുത്തിലും ഒക്കെ നിറച്ചിതാ. കർമ്മനെ കണ്ടോ പുറകെ ഇരിക്കുന്നത്? ഇതിന് നോക്കിക്കേ, വെറൈറ്റി ഒരു സാധനം. ഓ, ഇപ്പഴവന് നേരം വെളുത്ത ഗൈസ്. ആ പെടക്കോഴിയാണോ പൂവൻകോഴിയാണോ? അങ്ങനെയാണെങ്കിൽ അവൻ ഇപ്പഴാ നേരം വെളുത്ത്. നോക്ക്, ഇതിന്റെ തല നോക്ക്, തലയിൽ ഒരു ബോൾ വെച്ച പോലെ, വൈറ്റ് ബോൾ വെച്ച പോലെ. അവന്റെ പേര് പൊട്ടത്തരാണെങ്കിലുള്ള അവസ്ഥ. ഇതിങ്ങളുടെ എല്ലാം പ്രത്യേകത, ഇതിന്റെ തലയിലെല്ലാം ഒരു വൈസ് ഹൗബ ഉണ്ട്. കണ്ടോ, വൈസ് ഹൗബ. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഈ വലിയ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്പാർക്കാസേ. അയ്യോ മുയല്, അയ്യോ അവനെ സൈഡ് തന്നെ ഇട്ട് നോക്കുന്നു. അവന്റെ പേര് മൈസ്നർ വീഡ.
Leader. ഹാംസ്റ്റർ അല്ലേ? ഹാംസ്റ്റർ തോന്നുന്നു. എൻ്റെ കുഞ്ഞു 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 അതിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ് അവിടെ വെച്ചേക്കണേന്ന് എനിക്ക് തോന്നുന്നു. 3 ഉണ്ടല്ലേ? ഇതാ അതിൻ്റെ അകത്തുണ്ട്, താഴെ കിടക്കണുണ്ട്. ഇത് കോഴിക്കുഞ്ഞ്. എനിക്കിങ്ങനെ കോഴിക്കുഞ്ഞിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? മറ്റേ പട്ടാള സിനിമയ്ക്കകത്ത് കളറി മുക്കിയ കോഴിക്കുഞ്ഞില്ലേ, എനിക്ക് അതാ ഓർമ്മ വരുന്നത്. വെച്ചിട്ടുണ്ട് അതിനകത്ത് അവർക്ക് പ്രോട്ടീൻ കിട്ടാനാ, അല്ല വിറ്റമിൻസ് കിട്ടാനാ. സോറി, അടയിരിക്കുന്ന കോഴികൾ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് കാലിലൊക്കെ നിറച്ച് ഈ ഇതാ ഫെദേഴ്സാ. അതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിപ്പോയി അതിന് വേണ്ടി ഡോറൊക്കെ തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പറയാം കുമരകത്തെ നമ്മുടെ ബേർഡ് സാങ്ച്വറി പോയ എനിക്ക് ഫീൽ ചെയ്യും. അത് ഇതുപോലെ തന്നെ സൈഡിൽ ഇതുപോലൊരു വാട്ടർ ബോഡി ഉണ്ട്, പിന്നെ ഇതുപോലെ കാടും. പക്ഷെ ഇതുപോലൊന്നും അല്ല ഇത്. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. നമ്മൾ അവിടെ വെച്ച് തന്നെ വാട്ടർ ഫൗണ്ട് നമുക്ക് ഇതുവരെ പോയി. ഇത് ഞാൻ കുറച്ചു നേരമായി മേടിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. അവിടെയൊക്കെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മറ്റേ കോഴിയൊക്കെ ആണ്, അതിനൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല. ഇതൊന്നെങ്കിൽ മാനിന് അല്ല ആട്ടുംകുട്ടിക്കൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കൊടുക്കാം. ഇവിടെ അതുകൊണ്ടൊക്കെ കാണുമായിരിക്കും. ഇത് മറ്റേ തേനീച്ചയുടെ മറ്റേ കൂട്, മറ്റേ തേൻ എടുക്കുന്ന സംഭവമില്ലേ അത്. പിന്നെ താറാവുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേടിയാണ്. കൈ തരാൻ പേടിയായോണ്ട് മക്കളെ കൈ നോക്കി. കൊടുക്കണേ എന്താടാ ഈ കഴിയാൻ മക്കളുടെ കയ്യ മക്കളെ മക്കളെ നീ വേടാ, നിനക്ക് തരാ ഞാൻ. നീ വാ. അടാ എന്റെ കൈ അടിക്കരുത്. ഇവനെ തിന്നുന്ന ഇവനെ മിടുക്കൻ. മറ്റുള്ള പെണ്ണാന്ന് തോന്നുന്നു. പാവം. നീ കഴിച്ചു, നീ പോടാ. എടാ നീ ഒരു സംഭവം തന്നെ. മക്കളല്ലേ. അതെ, അടുത്ത അവന്മാര് വരുന്നുണ്ട്. ഭക്ഷണം എല്ലാം പോന്നെ. നീ കൊള്ളാടാ, എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ. കൈ ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പോവാം. മോനെ എന്ത് നോക്കടാ, നിങ്ങക്ക് പിന്നെ അവിടെ പോയി കിടക്കാം, ഇവിടെ വന്ന് കിടക്കടാ. ചേച്ചിയുടെ വിഷമൊന്നും മനസ്സിലാക്കടാ. ഞാൻ ഫുഡ് കാണിച്ചാ വിളിക്കുന്നത്, അല്ലാതെ കൊല്ലാനല്ല. ചെമ്മരിയാടിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ കറുത്ത ചെമ്മരിയാട്, അതും 2 എണ്ണം. ക്യൂട്ടായിട്ടുണ്ടല്ലേ, കിടക്കണുണ്ട്. മോനെ ഇങ്ങോട്ട് നോക്കുവായിരുന്നു, ചേച്ചിക്ക് ഫുഡ് ഇട്ട് തരായിരുന്നു. മോനെ ഇവിടെ ആരാ? അതൊക്കെ മതി ഇവിടെ. നോക്കുന്നില്ലോ, അവിടെ കൊടുക്കാൻ പറ്റില്ല. പോണി
ഈ ആമനെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങൾ ഒരു ദിവസം ഭയങ്കര മഴയായിരുന്നു വീട്ടിൽ. അപ്പം ഞാനും അമ്മയും അനിയനും വീട്ടിൽ. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ വല്യമ്മ വരാൻ നേരം ആയപ്പോൾ ഞങ്ങൾ എൻ്റെ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഡോർ തുറന്നപ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നിട്ട് അവിടെ ഒരു ആമ, അത് എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അതിനെ അമ്പലക്കുളത്തിലാന്ന് തോന്നുന്നു എവിടെ കൊണ്ടുപോയി അതിനെ ഇത് ചെയ്യുമായിരുന്നു. അത് എവിടെ നിന്നാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് മേളിൽ റെഡ് കളർ വെച്ചിട്ടുണ്ടാവും. റോണിയൻ സൂസി, റോണിയ, റോണിയ, റോണിയ. ഇതാണ്ട് ഒരുത്തം പോയപ്പോ മറ്റേനും പോയില്ല. നല്ല മാറ്റം. ഇവന്റെ ഇത് ഡേഞ്ചറസ് ആണ്. പിന്നെ ഇവര് ജീവിക്കുന്നത് ക്യാരറ്റ് കിടക്കുന്നു, ക്യൂക്കുമാർ കിടക്കുന്നു, ക്യാബേജ് കിടക്കുന്നു, ഒന്നും കഴിക്കത്തില്ല. നടന്നു പറഞ്ഞേ ഉള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ ലവ് ബേർഡ്സിനെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്ന മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇത് ഒരു ഏരിയ ഫുൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് പോലെ സെറ്റ് ചെയ്തിട്ട്, പക്ഷേ 2 ഡോറൊക്കെ വെച്ച് ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് അതിൻ്റെ സിസ്റ്റം ഒക്കെ. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മേളിൽ കൂടെ ഒക്കെ പറക്കുകയും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം. അതിന് ഫുഡൊന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അത് ഭിത്തിയൊക്കെ ഇരുന്ന് കഴിക്കുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗാർഡൻ ആണ്. എത്ര ദൂരം ഉണ്ടോന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ അറ്റം എത്ര ദൂരമാണേലും അറ്റം വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അറ്റം വരെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയെങ്കിലും ഇതിൻ്റെ പകുതി എത്തിയപ്പോഴത്തേക്കും ബാക്കി വ്ളോഗിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഞാൻ വ്ളോഗ് എടുക്കുക എന്നുള്ള കാര്യമേ മറന്നുപോയി. സോ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.